ആളുടെ വരവ് തന്നെ ഒരു രാജകീയ വരവാണ്. സിംഹം രാജകീയ വരവാ കണ്ടോ? ആ എന്താ ലുക്ക്, സിംഹം വരുന്ന പോലെ ഉണ്ടല്ലോ. ക്രോസിങ്ങിന് കയറിയേക്കുന്ന മരിച്ച ഇതിനകത്ത് അടക്കണം. കല്ലറയിലാണ് ശരിക്കും. കല്ലറയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആടിന്റെ അസ്ഥികൂടങ്ങളും തലയോട്ടിയും അടക്കം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3 പശു, 4 ആട്. തള്ളമാരെ ഒന്നും നമ്മൾ ഈ ബ്രീഡുകളെ ഒന്നും നമ്മൾ വെളിവെക്കില്ല. കുട്ടികളെ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഷേക്കൻ്റെ കൊടുക്കും. വേലിയാട് കണ്ടോ? ഷേക്കൻ്റെ ഈ കയറാം ഡ്രില്ല് ചെയ്ത് ഇവിടെ കിഴിച്ചിട്ട് ചങ്ങല ഇട്ടിട്ട് മൂക്കും കുത്തും. സ്റ്റണ്ട് ഇടിക്കുന്നുണ്ട്. സ്റ്റണ്ടാണ് ആള്. സ്റ്റണ്ടിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് അതേ നല്ല രീതിയിൽ ഇങ്ങനെ. പിന്നെ മുൻകൈ കൊണ്ട് ഇത് അടിക്കും. ഇതാണ് ഷെയർ റാബിറ്റ്. ഒറിജിനൽ. ഓ കണ്ടോ? നോക്ക്, ആൾ പൊക്കമുണ്ട്. കണ്ടോ? എന്താ നിങ്ങൾ നോക്ക്, കണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ബെന്യാമിൻ്റെ ആടുജീവിതം എല്ലാവർക്കും അറിയാലോ അല്ലേ? അതുപോലൊരു ആടുജീവിതം നമ്മുടെ കേരളത്തിലുണ്ട്. കോന്നിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കോന്നിയിലെ ആടുജീവിതം കാണിച്ചിരുന്ന നല്ല വെറൈറ്റി ആടുകളാണുള്ളത്. ആടിൻ്റെ ഓണറേയും ആടുജീവിതം എന്താണെന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വിജയൻ ചേട്ടൻ്റെ വെറൈറ്റി ആടുകളുടെ ഒരു വലിയ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആടുകളെയൊക്കെ കാണാമേ. നിരവധി ആടുകളാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് കളക്ഷനുണ്ട്. എല്ലാം വെറൈറ്റി ആടുകളാണ്. ഇത്രയും വെറൈറ്റി ആടുകളെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇത് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ അകത്തേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് പോകാനായിട്ട് വരികയാണ്. ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. എപ്പോഴാണ് ഇടി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല. ശരിക്കും ആടുകൾക്ക് മനുഷ്യരുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയുന്നത് കറക്റ്റാണല്ലേ? ഇവരുടെ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ, നമ്മളോട് സംസാരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇവരുടെ കണ്ണുകളിൽ ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാവം നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഇത് ഗർഭിണിയാണല്ലേ? ഓക്കെ ഓക്കെ. ഉടനെ ഉണ്ടാവോ? ആണോ? ഇവരുടെയൊക്കെ എന്താ പറയുക, ഇനമൊക്കെ ഏതാണ്? ഇത് കരോളി. ഓക്കെ. ഷെയ്ഡും കാര്യം കണ്ടേ. ഒറിജിനൽ ഈ ഷെയ്ഡ് ഇങ്ങനെ വന്നിട്ട് മുറിയാതെ ഇവിടെ വന്നിട്ട് ഈ 2 ചുഴി ഇത് കണ്ടോ? ഇതാണ് പ്രത്യേകത. കൊമ്പ് മേപ്പോട്ടാ വരേണ്ട. ഈ താപ്പോട്ടായി പോയി മുറിച്ച പിരിഞ്ഞ് മേപ്പോട്ട് വരും. ഈ പിരിച്ച് പിരിഞ്ഞ് ഇത് കണ്ടില്ലേ ചുഴി മനുഷ്യൻ്റെ കൂട്ടം ദാണ്ട് ഇവിടെ ഒറിജിനൽ ഫാനാണ്. ഇതിപ്പോ ഉടനെ തന്നെ ഉണ്ടാവും. ഇത് പഞ്ചാബിന്റെ ഷേറാ ബീറ്റ്. ഓക്കെ ഓക്കെ. പഞ്ചാബിയാണല്ലേ? പഞ്ചാബി. ശരി. 4 ലിറ്റർ പാല് കിട്ടും. ഒറിജിനൽ ബ്രീഡ് അല്ലേ? ഒറിജിനൽ ബ്രീഡ്. ഇപ്പം ക്രോസ് ചെയ്ത് നിർത്തിയേക്കും. ആണോ? 4 ലിറ്റർ തരും. 4 ലിറ്റർ പാലുണ്ട്. രാവിലെ കറന്നു. ആണോ? ഇത് ബേലിയാട്. ഓക്കെ. ബെയിലി ഷേക്ക് ഹാൻഡ് തരുന്ന ആട്. ബെയിലി ഷേക്ക് ഹാൻഡ് കൊടുക്കും. ബേലിയാട് കണ്ടോ? ഷേക്ക് ഹാൻഡ്. ഈ കൈ ആ കൈയില്ല, ഈ കൈ ഇടത്തൈ വലത്തി. കണ്ടോ? മേടിച്ചോ തരും. ചോരി. ഹലോ. ഇവിടെ ഷേക്ക് ഹാൻഡ് തരൂ. ഇവിടെ ഷേക്ക് ഹാൻഡ്. ഷേക്ക് ഹാൻഡ് ഒക്കെ തരുന്ന ഇത് മലബാറിയ കൊല്ലംകാരി വന്നാ ഫ്രീ ആയിട്ട്. ആണോ? ഒരു പോറ്റുമാർ. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൻ്റെ കുട്ടിയായാലും കൊടുക്കാനുള്ളതല്ല. കൊടുക്കത്തില്ല. ഇപ്പോൾ ഏകദേശം എത്ര ഇനം ഉണ്ട്? ഇപ്പോൾ ഒത്തിരി വെറൈറ്റി കിടപ്പുണ്ട്. ആണോ? കുട്ടികൾ അധികമില്ല. കുട്ടികൾ 30 പേരുണ്ടായിരുന്നു. കൊണ്ടുപോയി കുട്ടികളെ കൊടുക്കാനില്ല. ആണോ? ഇവിടെ കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചാണ് കൊടുക്കുന്നത് അല്ലേ? ഒരു കുട്ടിക്ക് 15,000-20,000 രൂപ വില. ബ്രീഡ് അനുസരിച്ചാണ്. ഓക്കെ ഓക്കെ. അത് 4 മാസമായി 28-30 കിലോ അടുത്ത് വന്നെങ്കിലേ ഒരു കുട്ടിയെ കൊടുക്കത്തുള്ളൂ. ഡബ്ബ വീറ്റ് ചേട്ടൻ വരുമ്പോൾ അന്ന് ഇതില്ല. പിന്നെ ഈടയ്ക്ക് മേടിച്ചോണ്ടോ ഒരു വീട്ടിൽ ഡബ്ബ വീറ്റ്. ഇതെല്ലാം നല്ല പാലുള്ള ആടാ. ഇവിടെ ക്രോസ് ചെയ്ത് ഇത് ഞാനൊരു വീട്ടിൽ നിന്ന് മേടിച്ച. ഇവിടെ ക്രോസ് ചെയ്യാൻ കൊണ്ടുവന്നവരോട് മേടിച്ച ഡബ്ബ വീട്ടിൽ. ഇത് കണ്ടില്ലേ എൻ്റെ മോന്ത കണ്ടോ? തത്തച്ചുണ്ട് പോലെ ഒറിജിനൽ സാധനം. പക്ഷെ അതിൻ്റെ അവരാദ്യം ക്രോസ് ചെയ്ത വേറെ മുട്ടനെയും കൊണ്ടോ അതിൻ്റെ കുട്ടിയെ കണ്ടില്ലേ? അതിൻ്റെ അത് പറയില്ല. വീട്ടുകാർക്ക് അറിയില്ല. ഏതാണ്ട് മുട്ടനെയും കൊണ്ട് ക്രോസ് ചെയ്ത. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ മേടിച്ച. നല്ല വില കൊടുത്ത് മേടിച്ച.
പുനലൂർ പുനലൂർ ഒരു വീട്ടിൽ നിന്ന്. ശരിക്കും ഇവിടുന്ന് ഒരുപാട് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും സെയിലുണ്ടോ? ഉണ്ട് ഉണ്ട് ആണോ? ഉണ്ട്. എനിക്കില്ലാത്ത വാടകേ ഉള്ളൂ, കുട്ടികളില്ലാത്ത വാടകേ ഉള്ളൂ. ഇപ്പൊ കുറവാണെന്ന് തോന്നല്ലേ? ഇല്ല, ഇപ്പൊ എത്രത്തോളം ഉണ്ടായിരുന്നു നേരത്തെ? 30. ആദ്യത്തെ 45, പിന്നെ 30, ഒരു 3. ഒരാൾ വയ്ക്കുന്നുണ്ടോ വെറൈറ്റി? ഇത് സ്റ്റാൻഡിന് കൊണ്ടുവന്ന് ഇറക്കി കാണിക്കും. എവിടുന്നാണിത്? ഇതിനും ഇവിടെ നമ്മൾ കുട്ടിയെ മേടിച്ച് വളർത്തി പുറത്തേക്ക് ഇറക്കാറില്ലല്ലോ? ഇറക്കും. സ്റ്റാൻഡിന് കൊണ്ടുവന്നാടാ ഇടിക്കും അല്ലേ? സ്റ്റാൻഡിന് ഇവരൊന്നും ഇറക്കി കാണിച്ചു തരാം. പിന്നെ വേലിയാട് സ്റ്റണ്ടിന് കൊണ്ടുവന്ന ആളാണ് ഇതായി നിൽക്കുന്നത്. ഇയാളിങ്ങനെ ശാന്തനായി നിൽക്കുന്നെങ്കിലും ആള് ഭയങ്കര സ്റ്റണ്ടറാണ്. ഇത് നോക്കി, ആളെ അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളെ എപ്പോഴാന്ന് അറിയത്തില്ല കുത്തി അപ്പുറം ചാടിക്കുന്നത്. വേലിയാട് വരുന്നതായിട്ടില്ലേ? ഇദ്ദേഹം ഗർഭിണിയാണല്ലേ? നിറവയറിൽ നിൽക്കുന്ന അമ്മച്ചിമാരാണ്. പിടിച്ചോ, ഇതാണ് പിടിച്ചോ. വേലിയാട് വരുന്നത് എല്ലാം വേലിയാട് ഒറിജിനൽ. കുട്ടികൾ താണ്ട് 1.5 മാസം കഴിഞ്ഞു. 3 പേര്. എല്ലാം പെൺകുട്ടികളാണോ അതോ? അല്ല, 2 മുട്ടനും ഒരാണും ഒരു പെണ്ണും. ആയില്ല കൊടുക്കാൻ. ചേട്ടൻ എങ്ങനെ കൊടുക്കുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? വളർത്താൻ വീപ്പിന് കച്ചവടക്കാർക്ക് അലൗഡ് ഇല്ല. ഇല്ല. ശരിക്കും എന്തിനാ ചേട്ടൻ ഈ ഇതിനെല്ലാവരും വളർത്താൻ അല്ലാതെ കച്ചവടക്കാർ ചോദിക്കാൻ വരുമ്പോൾ എന്താ അവരോട് പറയുന്നത്? അവർക്ക് ആ വിലയ്ക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മാത്രമല്ല ഇത്രയും നല്ല ബ്രീഡ് അതുമല്ല, ഈ നല്ല ബ്രീഡുകൾ അവർക്ക് കൊണ്ടിറക്കാൻ കൊടുക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ അവർ വീട്ടുകാർ കൊണ്ടുപോയി മുട്ടൻകുട്ടിയൊക്കെ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. കൊടുക്കും, അവർ കൊണ്ടുപോയി ഒരു പരിവം കഴിയുമ്പോൾ അവർ കൊടുക്കും. ഞാൻ കൊടുക്കില്ല. ഇതെല്ലാം ഇവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. ചേട്ടാ 110 കിലോ ഉണ്ട് മുട്ട. എന്നാലും കൊടുക്കൂല, എല്ലാം കൊടുക്കില്ല. അതുകൊണ്ട് കല്ലറയുണ്ട്. ഇനി ഈ വിജയൻ ചേട്ടൻ്റെ ഏറ്റവും വലിയൊരു മനുഷ്യത്വം എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. കാരണം ഇദ്ദേഹം ഒരാടുകളെയും ഇറച്ചിക്കായി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ആടുകൾക്ക് എന്തെങ്കിലും അസുഖം സംഭവിക്കുകയോ അല്ലെങ്കിൽ ആടുകൾ ഏതെങ്കിലും അവസ്ഥയിൽ ചത്തുപോകുന്ന ഒരു സാഹചര്യം വന്നാൽ അവരെ ഇവിടെ തന്നെയാണ് അദ്ദേഹം സംസ്കരിക്കുന്നത്. അതിൻ്റെ കല്ലറയിലേക്കാണ് ഞാൻ പോകുന്നത്. ആടുകൾക്ക് കല്ലറ. ആടുകൾ മരിച്ചാൽ ഇവിടെ നിൽക്കുന്ന വേറെ മുട്ടന്മാരെല്ലാം മരിച്ചാൽ അവരെ കൊടുക്കാത്ത മുട്ടന്മാർ വിൽക്കാത്ത ക്രോസിങ്ങിന് കയറിയേക്കുന്ന മരിച്ചാൽ ഇതിനകത്ത് അടക്കണം. കല്ലറയിലാണ് ശരിക്കും. കല്ലറയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ആടിൻ്റെ അസ്ഥികൂടങ്ങളും തലയോട്ടിയും അടക്കം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3 പശു, 4 ആട്. തള്ളമാരെ ഒന്നും നമ്മൾ ഈ ബ്രീഡുകളെ ഒന്നും നമ്മൾ വെളിവിക്കില്ല. കുട്ടികളെ നമ്മൾ കൊടുക്കത്തുള്ളൂ. എന്നിട്ട് അവർ മരിക്കുന്നതിന് ഇതിനകത്ത് അടക്കും. ഇറച്ചിക്ക് വേണ്ടി നമ്മൾ കൊടുത്ത് ആശാക്കില്ല. അങ്ങനെ ഇവിടെ ചെയ്യുന്നത്. അത് ഞാൻ പിടിച്ച എല്ലാവരും പറയും കള്ളവാ. ഇല്ല, ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കല്ലറ നിങ്ങൾക്ക് കാണാൻ വന്ന് നോക്കൂ. ഈ കല്ലറയിൽ ഈ ആടുകളുടെയൊക്കെ അസ്ഥികൂടങ്ങൾ കിടപ്പുണ്ട്, തലയോട്ടി കിടപ്പുണ്ട്. ഒരിക്കലും അദ്ദേഹം എങ്കിൽ പോലും ഏതവസ്ഥയിലാണെങ്കിലും ആടുകളെ ഒരിക്കലും കൊടുക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇറച്ചിക്ക്. ആ കാണുന്നത് തലയോട്ടി. വീടല്ലേ ആടിൻ്റെ കൊമ്പ് കണ്ടില്ല? കണ്ടോ? ആടല്ലെന്ന് പറയാൻ പറ്റും. കണ്ടോ കൊമ്പ്? വേണേ ഇറങ്ങി എടുത്തും കാണിച്ചു തരാം. അതിൽ കൂടുതൽ കാര്യമില്ല. അപ്പോൾ അറിയാം. ഇവിടെ ഇപ്പോൾ എത്രത്തോളം ചത്തിട്ടുണ്ട്? ഇതിപ്പോൾ 4 ആട്, 3 പശു. ഇത് ഭയങ്കര താഴ്ചയാണ്. 4 ആടുകളും 3 പശുവും ചത്തിട്ടുണ്ട്. പശുവിനെ നമ്മൾ കൊടുക്കുന്നില്ല. അല്ല, പ്രായമായി മരിച്ച ഒരു പശു 19 വയസ്സ് മരിക്കുന്ന ഈ എല്ലറ മാറ്റിയിട്ട് ഇതിനകത്ത് ഇതിൻ്റെ അടിയിൽ പിന്നെ മൂത്രമാണ്. ഇതിങ്ങോട്ട് ഇളക്കിയിട്ട് ഇതിനകത്ത് അങ്ങ് താണു. അപ്പോൾ മനസ്സിലായി? ഇത് ഭയങ്കര താഴ്ച കെട്ടിക്കളത്തിയിട്ടാണ്. ഈ മൂത്രം വരുന്നത് ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ആടുകളെ അല്ലെങ്കിൽ പശുമൃഗങ്ങളെയൊക്കെ ഇത്തരത്തിൽ നമ്മളിവിടെ തന്നെ ഡംപ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളോ ഒന്നും വരില്ല. ചാണകത്തിനകത്തോണ്ട് ഒരു വാടകയായിട്ട് ഒരു കാര്യമായിട്ട് നമ്മളെ മനുഷ്യനെ ചുടുന്ന പണ്ട് ചാണകത്തിലായിരുന്നു ഒരിക്കൽ. അതെ, ഒരായി പോകത്തുള്ള ഒരു വാടകയോ കാര്യം ഒന്നുമില്ല. ഇതിനകത്ത് അങ്ങ് താണു പോകത്തുള്ളൂ. ഇവിടുത്തെ എന്തെങ്കിലും സ്മെല്ലോ എന്തെങ്കിലും ഒന്നുമില്ല. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, വരത്തില്ല. നമുക്ക് സാധാരണ അറിയാം, നാട്ടുകാരൊക്കെ ഇത്തരത്തിലൊക്കെ കാണിക്കുമ്പോൾ പ്രതിഷേധമൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇവിടെ അതിനുള്ള യാതൊരു ഇതുമില്ല. സ്മെല്ല് വരില്ല ഒരു കാരണവശാലും. ചാണകത്തിനകത്ത് പോയി ഇനി ആരെ അടക്കില്ല. ഇല്ല, ഇതിനകത്തെന്ന് പറഞ്ഞാൽ മണം മേപ്പോട്ട് അടിക്കില്ല. അതെ, ഇതിനെ ചെളിക്കാത്തങ്ങളാണ്. നിൽക്കുമ്പോഴും ഇത്രയും ആടുകളെ അല്ലെങ്കിൽ പശുക്കളെയൊക്കെ സംസ്കരിച്ച ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അടക്കമാണ്. ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ യാതൊന്നുമില്ല. തഴൂടെ പോയേക്കുക. ഇത് കിട്ടില്ലേ? എത്ര അടിയിലാണ് താഴ്ചയായിട്ട്? ഇത് 6-7 താഴ്ച പോയേക്കുക. ഒരു കിണർ വെട്ടിയ ആ കിണർ വെട്ടിയെടുത്ത് ഇടയ്ക്കൊന്ന് കെട്ടി കട്ടയെ കെട്ടി കളത്തി മേപ്പോട്ടിട്ടേക്കും. അപ്പോൾ നമ്മുടെ അതായത് അവിടെ നിന്നുള്ള വേസ്റ്റുകളെല്ലാം ഇവിടേക്ക് വരുന്നുണ്ട്. ഈ വെള്ളം ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കണം. ഇതെല്ലാം ഇവിടെ പണിയാൻ വേണ്ടി കിടക്കുക. ഇതെല്ലാം വൃത്തിയാക്കണം. ഈ സൈഡെല്ലാം വൃത്തിയാക്കി നല്ല വൃത്തിയാക്കി ഇങ്ങോട്ട് ഇറക്കാൻ വേണ്ടി ആടിനെ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അതിന് കാശ് മുടക്കാമെന്ന് പറഞ്ഞ ഒരാളുണ്ട്. സ്പോൺസർമാരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലും. പക്ഷേ
സ്പോൺസർമാരൊക്കെ വിളിച്ചു. ഈയിടയ്ക്ക് എരുമേലി ഒരാൾ വിളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞ് തന്നെ പുല്ല് നടാനുള്ള സൗകര്യമില്ല, കാശ് മൊത്തം മുടക്കാമെന്ന് വെച്ചു. പുള്ളിക്ക് കോഴി ഫാമാണ്, പൈസ മൊത്തം ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളിയോട് ഞാൻ മറുപടി പറഞ്ഞില്ല. പുള്ളി ഗുജറാത്ത് സെറ്റിൽമെൻ്റ് ആയപ്പോൾ മുതലാളിയാണ്. അപ്പം അവിടെ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് പുല്ല് നടാനുള്ള ഒരു സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് പറയാതിരിക്കുന്നത്. പുല്ല് വേണം. ഇത് വെളി നാടിനെ കൂടെ കൊണ്ടുവരുന്ന നമുക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഈ പുല്ലൂടെ ഇല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. എന്ന് പറഞ്ഞാൽ നടുന്ന പുല്ല് അതുകൂടെ ഇല്ലെങ്കിൽ പറ്റത്തില്ല. കാര്യം കറങ്ങിപ്പോവും. പൈസ മുടക്കിയിട്ട് കഥയില്ല. ഇഷ്ടംപോലെ കാശ് മുടക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും ഈ ഇത്തരം ആടുകളെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒരു ഇറച്ചിക്കടയിലേക്ക് കൊടുക്കാൻ തോന്നില്ല. അതാണ് അവരെ കണ്ടാൽ കൊടുക്കാൻ തോന്നും, വിൽക്കത്തില്ല. അതിന്റെ കളർ കണ്ട, അതിന്റെ പ്രത്യേകത ഉണ്ട്. അതിന്റെ പാല് മരുന്നാണ്. അമ്മമാര് പ്രസവിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലില്ല, അതിന്റെ പാല് കറന്ന് കൊടുത്തോണ്ടാണ് ചൂടോടെ. അത് അതിനെ വിൽക്കാത്ത അതിന്റെ കളർ കണ്ടോ, കലമാന്റെ കളർ. എണ്ണ ഇട്ടിട്ട് വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? വെറൈറ്റി അല്ല, ആടിനെ അങ്ങ് അടുത്തോട്ട് പോയി നിറവും അതുപോലെ ഒരു 28 ദിവസം കൂടുമ്പോൾ 3000 രൂപ വേണം കൈത്തീറ്റ. ഞാൻ ഒന്നുമില്ലാത്ത ഞാനിതങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഈ കുട്ടികളെ കൊടുത്താണ് 4 മാസം ആകുമ്പോൾ ഇവരെ 15,000, 18,000, 20,000 ഇതെല്ലാം ബുക്കിങ്. അത് ഒരെണ്ണത്തിനെ നിർത്തിയിട്ട് അതിൽ ഒരെണ്ണത്തിനെ നിർത്തും. ഒരു ചാലക്ക കളറില്ലേ, അതുകൊണ്ട് അങ്ങ് ഇരിക്കുന്നു. അതിനെ നിർത്തിയിട്ട് ബാക്കി 2 എണ്ണത്തിനെയും കൊടുക്കും. 4 മാസം കഴിഞ്ഞേ കൊടുക്കും. ഈ ആട് ജീവിതം ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. എനിക്ക് ഭാര്യ മക്കളൊന്നുമില്ല. അപ്പോൾ ഇവരെൻ്റെ മക്കളായിട്ടാണ് ഇവരെ വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഞാൻ വിൽക്കുമ്പോൾ എൻ്റെ ചങ്ക് പറഞ്ഞു പോകും. ഒരു കുട്ടിയെ ഞാൻ വിൽക്കും, എന്നാലേ എനിക്ക് നല്ല പിടിച്ച് നിൽക്കാം. ഇത് കണ്ടോ, അവിടെ നിന്ന ആളായി കല്ലറ വരെ വന്നു നമ്മുടെ കൂടെ. ഏതെങ്കിലും ആടുകൾ വരും, അവരവിടെ വരും. അവർ അതുപോലെ സ്നേഹിച്ച് വളർത്തും. ഇഷ്ടമുള്ളവർ കൊണ്ടുപോയാണ്, വളർത്താൻ പറ്റുന്നവർ കൊണ്ടുപോയേ വേണം. എനിക്ക് നിർബന്ധമില്ല. പിന്നെ വിലപേശലില്ല ഇവിടെ. വിലപേശുന്നവർക്ക് ഞാൻ ഒരു 4 മാസമായ ഒരു 28 കിലോ 30 കിലോ അടുപ്പിച്ച് വരുന്ന ഒരു കുട്ടിക്കാണ് ഞാൻ വരികയായത്. അത് നഷ്ടമല്ല, എനിക്കേ ഉള്ളു നഷ്ടം. കാര്യം രാജസ്ഥാനി ഇപ്പോൾ കിട്ടില്ല. ഇവിടെ ഞാൻ അടൂര് ഒരു നമ്പർ തരാം, അവരും ഇറച്ചിയാടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരോട് ചോദിച്ച കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കും. വില എന്തുവാണെന്ന്. ബ്രീഡ് ആടിന് കാശ് കൊടുത്തേ പറ്റും. 60,000 ഇപ്പം ഞാൻ പീരീഡ് ആടിനെ കൊണ്ടുവരാതിരിക്കുന്നത് 60,000 75,000 രൂപ വിലയാണ് ഒരാടിൻ്റെ വില അവിടെ. അപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എത്രയായി? 1-നും 10-നും പറ്റത്തില്ല. 100 ആടിനെ 50 അല്ലെ 100 ആടിനെ കൊണ്ടുവരും, 22 ലക്ഷമായി. അപ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അത്രയും വില കൊടുത്ത് ബ്രീഡിനെ കൊണ്ടുവരുന്ന കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി. ഇവിടെ 60,000 75,000 എന്ന് പറയുമ്പോൾ കളിയാക്കുന്നവരാണ്. ഇന്നെന്തോ ആ പശുവിനെക്കാട്ടി വലിയ വിലയുണ്ടോ ആടിന്? ഇവരിവിടെ വന്ന് കണ്ടെങ്കിലേ പിന്നെ കൊടുക്കുന്ന രീതി. ഇവിടെ വന്ന് കാണണം അത്രയും വില ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. എത്ര വില ചോദിച്ചാലും ശരിക്കും പറഞ്ഞാൽ മതി വരില്ല. അതുപോലെയാണ് പിന്നെ അവരെ നോക്കുന്ന രീതി. അതുപോലെ കൊണ്ടുപോയി നോക്കാൻ കൊണ്ടുപോയില്ല, കൊണ്ടുപോകണ്ട ഇല്ല. അതിനാ കൊണ്ടുപോകാൻ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് കുട്ടികളെ കൊടുക്കാൻ ഇന്നും വന്നു. എനിക്ക് കുട്ടികളെ കൊടുക്കാനില്ല. പിന്നെ ഞാൻ ഇതും കൊണ്ട് മാത്രമാണ് കഴിയുന്നത്. ഇതെല്ലാം വെച്ചാൽ അവരുടെ പൈസ. ക്യാമറ മൊത്തം ക്യാമറ വെച്ചിട്ടുണ്ട്. വരുന്നതെല്ലാം കാണാം. പെരക്കകത്തും എല്ലാം മോട്ടിച്ചോണ്ട് പോകാൻ തുടങ്ങി. ഇവരെയും കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. മറ്റൊരു വരുമാനമേ അല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് വിറ്റിട്ട് മനസ്സോടാണ് കൊടുക്കുന്നത്. എന്നാലും കൊടുത്തിട്ട് മാത്രമാണ് ജീവിക്കുന്നത്. ഞാൻ ചതി ചെയ്യുന്നു. കാശിന് വേണ്ടി ഒരാളെ ചതിച്ച് ആടിനെ കൊടുക്കത്തേ ഇല്ല. പിന്നെ എനിക്ക് ഇറച്ചിയാടിനെ കൊണ്ട് വിൽക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് ഒരു കാര്യം പറയുന്നത്, അവർ ചെയ്തോട്ടെ, നല്ല കാര്യം. പക്ഷെ അത് വളർത്തുകാർക്ക് കൊടുക്കാതിരിക്കും. കൊടുത്തിട്ട് അവരെ പറ്റിക്കാതിരിക്കുക. നല്ല സാധനത്തിനെ കൊടുത്തിട്ട് കാശ് മേടിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഇവിടെ ഇതിനകത്ത് പൈസ ഇറക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടും. അപ്പോൾ നമ്മൾ വിജയൻ ചേട്ടൻ്റെ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയിൽ തരുന്നുണ്ട്. കാരണം വിജയൻ ചേട്ടൻ ആടുകളെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇറച്ചിക്ക് വേണ്ടി കൊടുക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് ആടിന് ഇത്രയും നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ബ്രീഡ്, ഒറിജിനൽ ബ്രീഡ് ആടുകളെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇവിടെ വന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് അതായത് നിങ്ങൾ വളർത്താനാണെങ്കിൽ മാത്രമേ അദ്ദേഹം തരികയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉറപ്പാണ്. അദ്ദേഹം അങ്ങനെ മാത്രമേ അദ്ദേഹം തരികയുള്ളൂ. വളർത്താൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. ഈ ആടുകളെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇവിടെ VIP ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് അല്ലേ? VIP വരാൻ പോണത്. നമ്മൾ അവരെ അതുപോലെ ട്രീറ്റ് ചെയ്യണം, അതുപോലെ കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ പണി പാളും. ഫൈറ്ററാണല്ലേ? സ്റ്റണ്ടിന് വേണ്ടി കൊണ്ടുപോകുന്ന ആളാണ്. ഇവിടുത്തെ സ്റ്റണ്ട് മാനാണ്.
ഇത് കൊമ്പന് 4 കളറാണ്. ഓക്കെ ഓക്കെ. വിടണോ? 4 കളറായി കൊമ്പന്. ഓക്കെ, പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയും ബലത്തിൽ ഇയാൾ 4 കളറാണല്ലേ? 1 2 3 4 കൈ നീളം വരും കൊമ്പ്. ഓക്കെ ഓക്കെ. ഇത് മൂക്ക് എന്നിട്ട് ഈ മൂക്കും കുത്തി ഡ്രില്ല് ചെയ്ത് ഇവിടെ കിഴിച്ചിട്ട് ചങ്ങല ഇട്ടിട്ട് മൂക്കും കുത്തും. സ്റ്റണ്ട് ഇടിക്കുന്നുണ്ട്. സ്റ്റണ്ടാണ് ആള്. സ്റ്റണ്ടിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് അതേ നല്ല രീതിയിൽ ഇങ്ങനെ. പിന്നെ മുൻകൈ കൊണ്ട് ഇത് അടിക്കും. പ്രവോക്കായി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. എപ്പോഴാണെന്ന് അറിയത്തില്ല ഇടി കിട്ടാൻ പോകുന്നത്. ഞാൻ വിട്ടാലിടിക്കാം എപ്പോൾ കിട്ടിയാലും ചോദിച്ചാൽ. ചേട്ടൻ വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. പിന്നെ എന്നെ കുറ്റം പറയല്ലേ. സുന്ദരിയാണ്, കണ്ണൊക്കെ എഴുതിയ പോലെ. ഇത് ഇടിച്ചുകളെ. ഇവരിവിടെ വന്ന് പറഞ്ഞ് ഞാൻ കള്ളം പറയാ വിട്ടേക്കാൻ. വിട്ടുകൊടുത്തല്ലേ? പിന്നെ കൊന്നുകളയത്തില്ലേ? ഒറ്റയടിക്ക് അസ്ഥിയെല്ലാം ഒടിഞ്ഞു. എവിടുന്നാ കൊണ്ടുവന്നേ? ഇതിനെ വെളിയിൽ നല്ല മേടിച്ച. ശരിക്കും അടുത്ത ആളിനെ ഇറക്കാൻ പോണത് ഇതും അങ്ങനെ തന്നെയാണോ ചേട്ടാ? അവനടിക്കില്ല. ഇല്ലല്ലേ, ശാന്തനാണോ? അവരെ അടുത്ത വെറൈറ്റി ഇടിക്കില്ല. ഷേരാ ബീറ്റർ. അവിടെ മോനെ ഇവിടെ ഇന്നില്ലേ? ഇവിടെ നമ്മുടെ കൂടെ വന്നതുകൊണ്ടില്ലേ? രാജസ്ഥാനി. ഓക്കെ, ഇത് ഷേറാ ബീറ്റനാണ്. ഇത് അത്യാവശ്യം ഇത്തിരി ഫൈറ്റർ തന്നെയാണല്ലേ? അല്ലല്ല, ഇടിക്കില്ല. ഉപദ്രവിക്കത്തില്ല. ഉപദ്രവമൊന്നും ഇല്ല. ആളെ കണ്ട ആളുടെ ഒരു വയസ്സായിട്ടുണ്ട്. 1 വയസ്സാളുടെ കണ്ടില്ലേ? ഉണ്ടോ? ഇതാണ് ഷേറാ ബീറ്റൻ. ഒറിജിനൽ. ഓ, നമ്മളെക്കാട്ടി ഹൈറ്റ് വരും. നമ്മളെക്കാട്ടി ഹൈറ്റ് വരും. കുതിരയൊക്കെ ചാടുന്ന പോലെ ചാടും ആള്. കണ്ടോ? നോക്ക്, ആൾ പൊക്കമുണ്ട്. കണ്ടോ? എന്താ നിങ്ങൾ നോക്ക്, കണ്ടോ? 1 വയസ്സ് കഴിഞ്ഞോനാ. കണ്ടോ? എന്നാ എടുത്തോ ആടിനെ കണ്ടോ? 1 വയസ്സ് കഴിഞ്ഞു. നിങ്ങളെങ്ങും പോയി ഇതിനൊന്നും കണ്ടിട്ടില്ല. ഷെയ്ക്കാൻ കയറുന്ന ആടെ, കുതിരപ്പുറത്ത് പോകുന്ന ആടെ. ഇനി അടുത്തന്നെ ഇങ്ങോട്ടിറക്കാം. വെറൈറ്റി. ഇനി അടുത്ത ആളാണ് വരാൻ പോകുന്നത്. അടുത്ത ഏറ്റവും വലിയ രാജാവ്, ഇവിടുത്തെ രാജാവാണ് വരുന്നത്. ശരിക്കും 110 വെയിറ്റുള്ള ഇദ്ദേഹം. എന്താ പറയുക, എന്ത് വന്നാലും ശരി ഒരു മനുഷ്യനും കൊടുക്കില്ല. ചുമ്മാതെ കാണുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറ്റുന്നത്. ആർക്കും കൊടുക്കില്ല. വരാൻ പോവാണ് നമ്മുടെ രാജാവ്. ആളുടെ വരവ് തന്നെ ഒരു രാജകീയ വരവാണ്. സിംഹം രാജകീയ വരവ് കണ്ടോ? എന്താ ലുക്ക്! സിംഹം വരുന്ന പോലെ ഉണ്ടല്ലോ. കണ്ടില്ലേ? ആള് വരുന്നത് തന്നെ ഭയങ്കര സ്റ്റണ്ടിലാണ്. നോക്ക്, ശരിക്കും ഒരു രാജകീയ വരവാണ് ഈ വരുന്നത് കേട്ടോ. അടുത്തോട്ട് നിൽക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ പേടിയാവും. ആളാ അടുത്ത് അങ്ങനെ ഒന്നും ഇറങ്ങാറില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് പിടിച്ചാലെങ്കിൽ നിൽക്കത്തില്ല. പിടിച്ചാൽ ഞാൻ ആദ്യം എടുത്തോണ്ടില്ല. എടുത്തോണ്ട് വിജയൻ ചേട്ടൻ്റെ ആടുകൾക്ക് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി കൊടുക്കുന്ന ആഹാരമൊന്നുമല്ല. കണ്ടില്ലേ? കൊടുക്കുന്നത് ഈത്തപ്പഴവും അതുപോലെ അണ്ടിപ്പരിപ്പും അങ്ങനത്തെ ഫുഡുകൾ മാത്രമേ കഴിക്കുള്ളൂ. പുള്ളി കുറച്ച് VIP ആണ്. പുള്ളി രാജാവാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒരു ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഡയറ്റ് എങ്ങനെയാണ് ചേട്ടാ? ചേട്ടനെ പിടിച്ചാൽ നിൽക്കുന്നില്ല. കാരണം 110 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടനെ കൊണ്ട് പറ്റൂലായിരുന്നു താങ്ങാൻ. ശരിക്കും ഞങ്ങളിതേ ഫുഡ് കൊടുക്കാനായിട്ട് പോവാണ്. പുതിയ കയറിട്ടാണ് അവിടെ കെട്ടുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ വേണം പോകാനായിട്ടല്ലേ. ഇതിന് 1,00,000 രൂപ വിലയാ. 1,00,000 രൂപ വിലയാവും ഈ ഒരൊറ്റ ആടിന്. ആളുകൾ ചോദിച്ചോ മോഹവിലയ്ക്ക്? ആൾക്കാർ ചോദിച്ചോ? നമ്മൾ കൊടുക്കാനുള്ളതല്ലല്ലോ. അതെ. ശരിക്കും ഇദ്ദേഹം ആർക്കും കൊടുക്കില്ല. 1,00,000 രൂപയാണ് ആ ആടിൻ്റെ വില. ഇദ്ദേഹത്തിൻ്റെ വില എത്രയെന്ന് പറഞ്ഞാലും അദ്ദേഹം കൊടുക്കില്ല അല്ലേ? ഈ കണ്ടില്ലേ ചേട്ടൻ പിടിക്കാൻ വിടുന്ന പാട്? എന്ത് പാട് വിട്ടാന്ന് പറയാൻ പിടിച്ചുകൊണ്ട് വരുന്നത്. ഇവിടുത്തെ സിംഹമാണ് ഈ വരുന്നത്. ശരിക്കും ഒരു റോയൽ ലുക്ക് തന്നെയാണ് കേട്ടോ. ഇത്രയും വെറൈറ്റി ഉള്ള ആടുകൾ കേരളത്തിൽ റെയറാണ്.
എന്നോട് കൊടുക്കും. അദ്ദേഹം ഇങ്ങനെ മെരിങ്ങിയ പോലെ നിൽക്കുന്നെങ്കിൽ ആള് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ഇറക്കാത്ത കേരളത്തിൽ ഇത്രയും റെയർ ആയിട്ടുള്ള ആടുകളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും വിജയൻ ചേട്ടൻ്റെ ഈ ആടുകൾ ശരിക്കും പറഞ്ഞാൽ ആടുകളുടെ ഒരു മ്യൂസിയം തന്നെയാണ് ഇവിടെ. ഷേക്കാൻ്റെ തരുന്ന ആടുണ്ട്, അതോടൊപ്പം കുതിരപ്പുറത്ത് പോലെ കുതിരകളെ പോലെ വരുന്ന ആടുണ്ട്, രാജകീയമായിട്ട് വരുന്നുണ്ട്, ഫൈറ്റർ ഉണ്ട്, സ്റ്റണ്ട്മാൻ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ആടുകളാണ്. കണ്ടില്ലേ? എല്ലാവർക്കും വിജയൻ ചേട്ടൻ്റെ ആടുകളെ കാണുന്നവർക്ക് എല്ലാവർക്കും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചേട്ടൻ്റെ ആടിനെ കാണാൻ പറ്റും. ഈ ആടുകൾ നിലവിൽ കുട്ടികൾ കൊടുക്കാനില്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. കണ്ടില്ലേ? ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പൊതിയാണ് ആടുകൾ. എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് ഇടി കിട്ടുന്നത്. അതിനു മുമ്പ് ഞാൻ പോകണം. ടാറ്റാ.